ഏ ആ ആഡ് ചെയ്യാം, അതാ പറഞ്ഞത്. ആ ചെപ്പാണി റെഡിയാണോ? റോളിംഗ് റെഡി? Welcome to Conversations at Nationalist Hub. Today we have a very special guest with us, a person who is humble, hardworking, and known to have come up the hard way in life. Shri Kumanan Rajshekhar ji. Kumanan ji grew up in Kerala in a Sangh background and has over the years been a dedicated worker for the Bharatiya Janata Party. But along the way, he has in many ways taken part in numerous social activities, and that has been his hallmark, be it fighting for the rights of the poor, the environment, and many other causes. Welcome to the show, sir. Namaskaram. നമസ്കാരം. കുമരൻജി, ഈ പ്രോജക്റ്റ് ഇന്ന് ഹൈദരാബാദിൽ എത്തിയതിന്, നമ്മുടെ സ്റ്റുഡിയോയിൽ, നാഷണലിസ്റ്റ് ഹബ് സ്റ്റുഡിയോയിൽ വന്നതിന് വളരെ വളരെ നന്ദി. നമുക്ക് പറഞ്ഞു വരാനുള്ള കാര്യം മെയിനായിട്ടുള്ളത്, കുമരൻജി ഇപ്പോൾ ഈ ജട്ടായുപ്പാറ പ്രോജക്റ്റിനെ പറ്റിയിട്ടും ഈ രാമപാദം പ്രോജക്റ്റിനെ പറ്റിയിട്ടും അവിടുത്തെ ക്ഷേത്രത്തിനെ പറ്റിയിട്ടും കോദണ്ഡരാമ ക്ഷേത്രത്തിനെ പറ്റിയിട്ടുള്ള ഒരു എനിക്കാണ് 3ാമത്തെയോ 4ാമത്തെയോ വിസിറ്റാണ് ഹൈദരാബാദിലേക്ക് നടത്തുന്നത്. അപ്പോൾ ഇങ്ങനെ നടത്തുന്ന സമയത്ത് സാറ് പറയാനുള്ളത്, ഇതിനെപ്പറ്റി നമുക്കൊരു കഥ എന്തായാലും ഉണ്ടാവുമല്ലോ. ഇത് എവിടുന്ന് തുടങ്ങി വെച്ചത്? ഈ ജട്ടായുപ്പാറ എന്നുള്ള പ്രോജക്റ്റ് ഇപ്പോൾ ഒരു ടൂറിസം പ്രോജക്റ്റ് മാതിരിയാണ് കാണുന്നത്, പക്ഷേ ഇത് തുടങ്ങാൻ കാരണം അവിടെ എന്തൊക്കെ ഉണ്ട് എന്നുള്ള കാര്യത്തിനെ പറ്റി ഒന്ന് വിഷയം പറയാം. അതായത് കേരളവും രാമനും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഇന്ന് പലർക്കും അറിയില്ല. കേരളത്തിലുടനീളം യാത്ര ചെയ്യുമ്പോൾ രാമായണ കഥയുമായി ബന്ധപ്പെട്ട ഒട്ടേറെ സങ്കേതങ്ങൾ, സ്ഥലങ്ങൾ ഒക്കെ കാണാം. സ്ഥലനാമങ്ങൾ തന്നെ പരിശോധിച്ചാൽ ഒക്കെ രാമായണവുമായി ബന്ധപ്പെട്ടതാണ്. കേരളത്തിൽ ഒരു മാസം മുഴുവൻ ജനങ്ങൾ രാമായണം വായിക്കും. മറ്റൊരു സംസ്ഥാനത്തും ഈ പ്രത്യേകതയില്ല. രാമായണ കഥയിലെ ഭരത, ശത്രുഘ്ന, ലക്ഷ്മണ, രാമന്മാർക്കൊക്കെ ക്ഷേത്രം പണിതിട്ടുള്ളത് കേരളത്തിലാണ്. അപ്പോൾ കേരളത്തിൽ എന്തോ ചില ബന്ധങ്ങൾ, അടിവേരുകൾ ഉണ്ട്. രാമായണ കഥയുടെ കഥകൾ അന്തി ഉറങ്ങുന്ന മണ്ണാണ് കേരളത്തിൻ്റേത്, രാമകേരളം. അങ്ങനെ അന്വേഷിച്ചപ്പോഴാണ് ശബരിമല, ശബരിപീഠം, ശബരിയാശ്രമം, ഇതുപോലെ ജടായുപ്പാറ, ഇനി ഒരു പഞ്ചായത്തിൻ്റെ പേര് തന്നെ സീതത്തോട്, സീതമുടി, സീതക്കുഴി, വാൽമീകി ആശ്രമം വയനാട്ടിൽ, അവിടെ ലവകുശ ക്ഷേത്രം, ഇതെല്ലാം കൂടി നോക്കുമ്പോൾ ഈ രാമായണവുമായിട്ടുള്ള കേരളത്തിൻ്റെ ബന്ധത്തെ നിരവധി ചരിത്രകാരന്മാരും അതോടൊപ്പം തന്നെ പണ്ഡിതന്മാരും ഒക്കെ അടങ്ങുന്നൊരു സദസ്സിൽ ചർച്ച ചെയ്തതിനൊരു തീരുമാനം ഉണ്ടാകുക. ഇന്ന് ജനങ്ങൾക്കത് അറിഞ്ഞുകൂടാ. അത് മാത്രമല്ല, ഇന്ന് പ്രചാരത്തിലിരിക്കുന്ന രാമൻ്റെ യാത്രാ പഥത്തിൽ കേരളമില്ല. അപ്പോൾ അത് കേരളം ഉണ്ട് എന്ന് സ്ഥാപിക്കാൻ കഴിയുന്ന ഒട്ടേറെ തെളിവുകളുണ്ട് താൻ. ആരും ഇത് ഉയർത്തിപ്പിടിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും അധികം രാമായണ കഥയിലെ വഴിത്തിരിവുണ്ടാക്കിയ ഏറ്റവും വലിയൊരു സംഭവമാണ് സീതാപഹരണം. മറ്റൊന്നാണ് രാമൻ ശബരിയെ കാണുന്നത്. ഇത് രണ്ടും വാസ്തവത്തിൽ രാമായണ കഥയിൽ വഴിത്തിരിവുണ്ടാക്കിയ രണ്ട് പ്രധാനപ്പെട്ട സന്ദർഭങ്ങളാണ്. ഈ രണ്ട് സന്ദർഭങ്ങൾക്കും സാക്ഷ്യം വഹിച്ചിട്ടുള്ളത് കേരളമാണ്. അപ്പോൾ ആ നിലയ്ക്ക് നോക്കുമ്പോൾ രാമായണ കഥയിലെ വളരെ അങ്ങേയറ്റം അറിയപ്പെടുന്നതും കഥയുടെ ഒരു വളരെ മനസ്സിൽ, ആരുടെയും മനസ്സിൽ തങ്ങി നിൽക്കുന്നതുമായ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള കേരളത്തിൽ അതൊന്ന് ഉയർത്തിക്കൊണ്ടുവരേണ്ടത് ആവശ്യമാണ്. ഏതൊരു നാടിൻ്റെയും ഉയർച്ച അല്ലെങ്കിൽ ജനങ്ങളുടെ മുഴുവൻ തന്നെ ഒരു വിചാര ചിന്തകളെ നയിക്കാൻ കഴിയുന്ന ആ നാടിൻ്റെ പൈതൃകമാണ്, ചരിത്രമാണ്. കേരളം രാമകേരളമാണ്. കേരളത്തിൻ്റെ ഈ പൈതൃകത്തെ ഉയർത്തിപ്പിടിക്കണം, അത് അടുത്ത തലമുറയ്ക്ക് പകർന്നു കൊടുക്കണം. ആ ഒരു ഉദ്ദേശത്തോടു കൂടിയാണ് ഈ ജടായുപ്പാറ കൊല്ലം ജില്ലയിൽ ചടയമംഗലം എന്ന് പറയുന്ന സ്ഥലത്ത് MC റോഡിനോട് ചേർന്ന് ഏതാണ്ട് തിരുവനന്തപുരത്ത് 45 കിലോമീറ്റർ അകലെ ഒരു ഭീമാകാരമായ അമ്പരചുംബിയായി നിൽക്കുന്ന 1000 അടി പൊക്കമുള്ള ഈ ജടായുപ്പാറ കാണാനിടയായി. വാസ്തവത്തിൽ ആ ജടായുപ്പാറ ആരുടെയും ശ്രദ്ധയിൽപ്പെട്ടിരുന്നതല്ല. 1970 അത് പൊട്ടിച്ച് നീക്കി ചെയ്ത് MC റോഡിൻ്റെ പണിക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ കേരള ഗവൺമെൻറ് ഉത്തരവിട്ടതാണ്. അത് കോൺട്രാക്റ്റ് കൊടുത്തതാണ്. കോൺട്രാക്ടർ ധാരാളം വാഹനങ്ങളുമായിട്ടത് പൊട്ടിച്ച് നീക്കാനുള്ള ശ്രമം ആരംഭിച്ചതാണ്. മറ്റു പലരും കയ്യേറ്റം നടത്തി അത് സ്വന്തമാക്കാനായിട്ടുള്ള ശ്രമങ്ങൾ നടന്നതാണ്.
മാത്രവുമല്ല കള്ളന്മാരും കൊള്ളക്കാരും തസ്കരന്മാരും ഒക്കെ പിടിച്ചുപറിയും കൊള്ളയും ഒക്കെ നടത്തിയതിന് ശേഷം പോലീസിൻ്റെ കണ്ണുവെട്ടിച്ച് ഒളിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം എന്നുള്ള നിലയ്ക്ക് അവർ അവരുടെ കേന്ദ്രമായി ഒരു സാമൂഹ്യ വിരുദ്ധരുടെ ഒരു താവളമായി അത് മാറിയിരുന്നു. അപ്പോൾ ആരാരും ശ്രദ്ധിക്കപ്പെടാതിരുന്നൊരു കാലത്ത് അത് നശിച്ചു പോകും എന്നറിഞ്ഞതോടുകൂടി നാട്ടിലെ ജനങ്ങൾ ഇളകി. അപ്പോൾ അവർ സ്വാമി സത്യാനന്ദ സരസ്വതിയെ സമീപിക്കുന്നു. ചെങ്കോട്ടുകോണം ശ്രീരാമദാസ് ആശ്രമത്തിൻ്റെ മഠാധിപതി സ്വാമിജി അതിൻ്റെ മുകളിൽ 1972-73 കാലത്ത് എത്തുന്നു. അങ്ങനെ അദ്ദേഹം അവിടെ നോക്കിക്കഴിഞ്ഞപ്പോൾ കാണാൻ കഴിഞ്ഞത് പൊട്ടിക്കിടക്കുന്ന മദ്യക്കുപ്പികളും തസ്കരന്മാർ ഉപയോഗിച്ച് അവിടെ ഉപേക്ഷിച്ചു പോയ സാധന സാമഗ്രികളും എല്ലും കഷ്ണങ്ങളും ഇതൊക്കെയാണ്. വളരെ പരിപാവനമായ ഈയൊരു സ്ഥലം ഇങ്ങനെ വികലമായി കിടക്കുന്നത് കണ്ട് വേദനിച്ച് കൊണ്ടാണ് സ്വാമി സത്യാനന്ദ സരസ്വതി ഒരു തീരുമാനമെടുത്തു. ഏതായിരുന്നാലും സ്ഥലം സർക്കാരിൻ്റേതാണ്, പക്ഷേ ഇത് അവഗണിക്കപ്പെട്ട് കിടക്കുകയാണ്. ജനങ്ങളുടെ ഹൃദയങ്ങളിൽ എന്നും ജ്വലിച്ചു നിൽക്കുന്ന ആ അനർഹ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ചിട്ടുള്ള സ്ഥലമാണ്. അതുകൊണ്ട് അദ്ദേഹം ഒരു ശ്രീരാമനെ 13 അടി പൊക്കമുള്ള ശ്രീരാമൻ്റെ ഒരു വിഗ്രഹം അവിടെ പ്രതിഷ്ഠിക്കുകയാണ്. 13 അടി പൊക്കമുള്ള തിരുവനന്തപുരത്ത് നിന്ന് ലോറി കയറ്റി 200ഓളം ആളുകൾ 2 ദിവസം കൊണ്ടാണ് അതിൻ്റെ മുകളിൽ കയറ്റിയത്. 1000 അടി പൊക്കത്തിലത് അദ്ദേഹം പ്രതിഷ്ഠ നടത്തി. എന്നാലും പ്രതിഷ്ഠ നടത്തിയോടുകൂടി വലിയ ഒച്ചപ്പാടും ബഹളമായി. കാരണം സർക്കാരിൻ്റെ സ്ഥലത്ത് ഈ സ്വാമിക്ക് എന്ത് കാര്യം? അപ്പോൾ അവിടെ പലരും ഇതിനെതിരായിട്ട് പ്രതിഷേധ സമ്മേളനങ്ങളായി വലിയ ഒച്ചപ്പാടും ബഹളമായി സർക്കാർ രംഗത്ത് വരുന്നു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുന്നു. സ്വാമിക്കെതിരെ കേസ്, അങ്ങനെ പലർക്കുമെതിരെ കേസ്. ഏതാണ്ട് 200ഓളം ആളുകൾക്കെതിരെ കേസായി. മാത്രമല്ല ഇത് ആക്രമിക്കപ്പെടുന്നു. കൈയൊടിഞ്ഞു, കാലൊടിഞ്ഞു, തലയൊടിഞ്ഞു, ഇങ്ങനെ നിരന്തരമായ ആക്രമണങ്ങൾ ഒരു വശത്ത് നടന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. എന്തായിരുന്നാലും കുറേ നാൾ കഴിഞ്ഞപ്പോഴേക്കും ഇതേക്കുറിച്ച് സർക്കാരിനും വലിയ ശ്രദ്ധയില്ലാതായി. അങ്ങനെ ഒരു വലിയ പ്രതിഷേധങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് അവിടുത്തെ MLA അദ്ദേഹം പ്രയാർ ഗോപാലകൃഷ്ണൻ, പഴയ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റാണ്. പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടുത്തെ MLA ആണ്. അദ്ദേഹം പറഞ്ഞു ഇത് ടൂറിസം പ്രോജക്റ്റിന് പറ്റിയ സ്ഥലമാണ്. കാരണം ഇവിടെ നിന്നാൽ ഈ 1000 അടി പൊക്കത്തിൽ നിന്നാൽ 4 ജില്ലകൾ കാണാം, സഹ്യപർവ്വതം കാണാം, അറേബ്യക്കടൽ കാണാം, സൂര്യോദയവും സൂര്യാസ്തമനവും കാണാം, ടൂറിസ്റ്റുകളെ ആകർഷിക്കാം. അങ്ങനെ അദ്ദേഹം ഒരു ടൂറിസം പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചു. സർക്കാർ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് രംഗത്ത് വന്നു. അങ്ങനെ റവന്യൂ ലാൻഡ് ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് കൈമാറി. അവിടെ തൊട്ട് ഒരു ടൂറിസം പ്രോജക്റ്റിന് വേണ്ടിയിട്ടുള്ള പണികൾ ആരംഭിച്ചു. അങ്ങനെ അത് ടെൻഡർ ചെയ്തു. ഒരു കമ്പനി രംഗത്ത് വന്നു. അവർ അതിൻ്റെ പണി ആരംഭിച്ചു. ജഡായുവിൻ്റെ വലിയൊരു ശില്പം ഉണ്ടാക്കി ആളുകളെ ആകർഷിക്കാൻ കഴിയും. റോപ്പ് വേയും അതുപോലെ തന്നെ അഡ്വഞ്ചർ പാർക്കും അങ്ങനെ പലതും ഉണ്ടാക്കി കഴിഞ്ഞാൽ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ കഴിയും. അവർ പണി ആരംഭിച്ചു. പക്ഷേ 4-5 വർഷങ്ങൾ, 30 വർഷത്തെ ലീസിനാണ്, ഒരു BOT വ്യവസ്ഥയിലാണ്. 3-4 വർഷം കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് പ്രവർത്തനം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. കാരണം രാമൻ അവിടെ നിൽക്കുന്നു. കോൺട്രാക്റ്റിൽ രാമനെക്കുറിച്ച് പറയുന്നില്ല, ഒരു പരാമർശനവുമില്ല, ടെൻഡർ നോട്ടീസിലുമില്ല. അങ്ങനെ ഒന്നുമില്ലാത്ത ഒരു രാമൻ ഇങ്ങനെ നിൽക്കുമ്പോൾ അതിൻ്റെ കാര്യത്തെക്കുറിച്ചൊരു വ്യക്തമായിട്ടുള്ള ഒരു തീരുമാനം അറിയിക്കണം എന്ന് സർക്കാരിനോട് ആവശ്യപ്പെടുകയാണ്. പണി നിർത്തിവെച്ചു. ഏതാണ്ട് 1 വർഷത്തോളം പണി നടന്നില്ല. അപ്പോഴാണ് സർക്കാർ രംഗത്ത് വരുന്നത്. തീരുമാനമെടുത്തു. ഏതായിരുന്നാലും ഈ രാമൻ നിൽക്കുന്ന സ്ഥലം, രാമപാദം, കൊക്കരണി തുടങ്ങിയിട്ടുള്ള ഇതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളടങ്ങുന്ന 1.25 ഏക്കർ സ്ഥലം ഈ ടെമ്പിൾ ട്രസ്റ്റിന് കൈമാറി. അങ്ങനെ ആ പ്രശ്നം പരിഹരിച്ചു. അതിൻ്റെ പ്രോജക്റ്റിൻ്റെ അതുപോലെ തന്നെ എൻട്രിയും 2ആക്കി. ക്ഷേത്രത്തിലേക്ക് വരാനുള്ള എൻട്രി വടക്കുന്ന് MC റോഡിൽ നിന്നും തെക്ക് നിന്നും ടൂറിസം പ്രോജക്റ്റിലേക്ക് പ്രവേശിക്കാനുള്ള സ്ഥലവും ഒക്കെ അനുവദിച്ച് 2നും 2ആക്കി. വേലി കെട്ടി തിരിച്ചു, മതിൽ കെട്ടി തിരിച്ചു. അപ്പോൾ അതിനുശേഷമാണ് ഈ ക്ഷേത്രത്തിൻ്റെ പണി 4 വർഷം മുമ്പാണ് ആരംഭിച്ചത്. 2.5 കോടി രൂപ ചെലവഴിച്ച് കോദണ്ഡ രാമക്ഷേത്രം അവിടെ പണിതു. അതാണ് ഇതിൻ്റെ ഫസ്റ്റ് ഫേസ് എന്ന് പറയാം. ഫസ്റ്റ് ഫേസ് ഓഫ് പ്രോജക്റ്റ് അതായിരുന്നു. അതെ. അത് എവിടെ വരെ? അതിൻ്റെ പണി ഇപ്പോൾ തീർന്നുണ്ടാവില്ല. ക്ഷേത്രത്തിൻ്റെ പണി കഴിഞ്ഞു. താന്ത്രിക വിധി അനുസരിച്ചുള്ള പ്രതിഷ്ഠ നടന്നു. ഇപ്പോൾ ദിവസവും പൂജയും അർച്ചനയും അഭിഷേകവും എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു. നിരവധി ആളുകൾ ഇപ്പോൾ ദർശനം നടത്താൻ അവിടെ എത്തുന്നുണ്ട്. ഇപ്പോഴുള്ളൊരു പ്രശ്നം, വടക്ക് വശത്ത് നിന്നും, അതായത് MC റോഡിൽ നിന്നും കയറി 4 മീറ്റർ വീതിയിലാണ് വഴി അനുവദിച്ചിരിക്കുന്നത്. മതിൽ കെട്ടി തിരിച്ചു വന്നിരിക്കുകയാണ്. പക്ഷേ അങ്ങോട്ടേക്ക് കയറാൻ ബുദ്ധിമുട്ടുണ്ട്. കുണ്ടും കുഴിയും ഉരുളൻ കല്ലുകളും ഒക്കെ വഴിയിലുള്ളത് കൊണ്ട് കയറിപ്പോവുക വലിയ ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ആൾ വരുന്നതെല്ലാം ടൂറിസം പോയിട്ട് കയറി ടിക്കറ്റ് എടുത്ത് അങ്ങനെ കയറിയാണ് ഇപ്പോൾ ഈ ക്ഷേത്രത്തിലേക്ക് എത്തുന്നു. ക്ഷേത്രത്തിലേക്ക് പ്രവേശനം സൗജന്യമാണ്, പക്ഷേ കയറി പോകാനുള്ള സൗകര്യമില്ല. അതുകൊണ്ടാണ് സ്വാമിജി ആഗ്രഹിച്ചത് തന്നെ പദം പദം രാമപാദം എന്ന ഒരു പ്രോജക്റ്റിന് രൂപം നൽകി 1008 പടവുകൾ ഈ MC റോഡിൽ നിന്നും കടന്നു കയറിപ്പോകാൻ സൗകര്യപ്രദമാകുന്ന വിധത്തിൽ ഒരു നിർമ്മാണ ജോലികൾ ആരംഭിക്കാൻ തീരുമാനിച്ചു.
അത് 12 അടി വീതി, 12 അടി നീളം, 1 അടി വീതി, 6 ഇഞ്ച് ഘനമുള്ള കരിങ്കല്ലുകളാണ്. കരിങ്കല്ലിൽ തന്നെയാണ് പണി പൂർത്തിയാക്കിയിരിക്കുന്നത്. അങ്ങനെ അതിൻ്റെ പണിക്ക് വേണ്ടിയിട്ടുള്ള ഒരു വലിയ ബഹുജന സമ്പർക്ക പരിപാടി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഹൈദരാബാദിൽ വന്ന് 2-3 പ്രാവശ്യം സാറ് വന്നിരുന്നു അവിടെ. അതെ, അതിനെപ്പറ്റി ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഈ രാമപാദം പ്രോജക്റ്റിനുള്ള ഫണ്ടിങ്ങും അത് ജനങ്ങളിൽ നിന്നുള്ളൊരു സപ്പോർട്ട് കാണുന്നത് സാർ എങ്ങനെയാണ് അത് കാണുന്നത്? അതായത് കേരളത്തിൽ ധാരാളം രാമക്ഷേത്രങ്ങളുണ്ട്. അങ്ങനെ ധാരാളം രാമക്ഷേത്രം ഉള്ളപ്പോൾ എന്തിനാണ് ഈ പാറയുടെ മുകളിൽ ഇത്ര കഷ്ടപ്പെട്ട ഒരു രാമക്ഷേത്രം പണിയേണ്ട കാര്യം എന്താ? ഈ ചോദ്യം സ്വാഭാവികമാണ്. കാരണം എല്ലായിടത്തും ക്ഷേത്രം ഇല്ലാത്തടത്താണ് ക്ഷേത്രം പുതുതായിട്ട് പണിയെങ്കിൽ മനസ്സിലാക്കാം. അവിടെ തന്നെ അടുത്ത് ഒരു 3 കിലോമീറ്റർ കഴിഞ്ഞാൽ വെളിനെല്ലൂർ രാമസ്വാമി ക്ഷേത്രമുണ്ട്, പ്രശസ്തമാണ്. അതുപോലെ തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങോട്ടൊക്കെ 5 കിലോമീറ്റർ ഒക്കെ മാറിയുണ്ട്. ഇതിൻ്റെ പ്രത്യേകത, ഈ ക്ഷേത്രം കേവലം ആരാധന നടത്തുവാൻ വേണ്ടി മാത്രമുള്ളതല്ല, ഒരു സാമൂഹ്യ പ്രതിബദ്ധത ജനമനസ്സുകളിലേക്കുണ്ടാക്കി ഈ നാട്ടിലെ സമൂഹത്തെ ബാധിച്ചുകൊണ്ടിരിക്കുന്ന നിരവധി വിപത്തുകളും തിന്മകളും ശ്രദ്ധയിൽപ്പെടുത്തി അതിനെതിരെ പ്രതികരിക്കാനുള്ള ഒരു ശേഷി അവർ വളർത്തിയെടുക്കാനും കൂടിയാണ്. കാരണം ജടായു മരിച്ചത് ഒരു സ്ത്രീക്ക് വേണ്ടിയാണ്. ഒരു സ്ത്രീയുടെ മാനം കാക്കാൻ സ്വന്തം ജീവൻ ബലി കൊടുത്ത ഒരു പക്ഷിയാണ്. ആ പക്ഷി തീർച്ചയായും രക്തസാക്ഷിത്വം വരിച്ച സ്ഥലം, അത് ഒരു വിമൻ പ്രൊട്ടക്ഷൻ, സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ ഒരു പ്രോജക്റ്റായി അത് മാറണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് ഈ ജഡായു ഇസ് ആൻ ഐക്കൺ ഓഫ് വിമൻ പ്രൊട്ടക്ഷൻ. ഒരു സ്വന്തം കയ്യിൽ യാതൊരു ആയുധവുമില്ലാതെ രാക്ഷസ രാജാവായ, എന്തിനും ഒരു മടിയും കാട്ടാത്ത, സർവ്വവിധ ആയുധങ്ങളുമായിട്ട് നിൽക്കുന്ന അതിശക്തിമാനായ ഒരാളുടെ മുന്നിലേക്കാണ് ഈ ഒരു പാവൻ ജഡായു തൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഒരു അനീതിയെ ചോദ്യം ചെയ്യുകയാണ്. ഒരു സ്ത്രീയെ കൈക്കും കാലിലും മുടിക്കുത്തിനും പിടിച്ച് വലിച്ചിഴച്ച് കൊണ്ടുപോകുമ്പോൾ ആ സ്ത്രീയുടെ കരച്ചിൽ കേട്ടപ്പോൾ അതിനെതിരെ പ്രതികരിക്കാൻ ഉള്ള ഇച്ഛാശക്തി ഉണ്ടായി. ഇന്ന് ജനങ്ങളുടെ ഹൃദയങ്ങളിൽ ഒരു ജഡായു ഉണ്ടാവണം. ഒരു ജഡായു ഇന്ന് ആവശ്യമാണ് എല്ലാവരുടെയും ഹൃദയത്തിൽ. കാരണം ഇന്ന് കേരളത്തിൽ സ്ത്രീകളുടെ കരച്ചിലാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞാൻ അതിലേക്കാണ് വന്നിട്ടുണ്ട്. ആക്ച്വലി ഇപ്പം നമ്മൾ കാണുന്നത് കേരളത്തിൽ അന്ന് നടന്ന ജടായുവിൻ്റെ മാതിരി ഇന്നും ഒരു ജടായു വേണ്ട ഒരു പ്രശ്നം വരുന്നുണ്ട് അവിടെ എന്തായാലും. ബിക്കോസ് നമ്മളൊരു വുമൻ പ്രൊട്ടക്ഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ നടക്കുന്ന കുറേ സ്ത്രീകളുടെ നേരെ നടക്കുന്ന ആക്രമണം, നമ്മൾ കാണുന്ന കുറേ ഇൻസിഡൻറ്റ്സ് നടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റ് തന്നെ അതിനൊരു റിഫ്ലക്ഷനായിട്ടാണ് കാണുന്നത്. അതെ, തീർച്ചയായിട്ടും. നാഷണൽ ക്രൈംസ് റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്ക് അനുസരിച്ച് കഴിഞ്ഞ ഒരു വർഷം 11,000 സ്ത്രീപീഡന കേസുകളുണ്ടായിരുന്നു. ആട്രോസിറ്റീസ് അഗെയിൻസ്റ്റ് വുമൺ 11,000 കേസുകൾ കേരളത്തിൽ മാത്രം എന്ന് പറയുന്ന ദിവസം എത്രയായി? അപ്പോൾ ഇത്രയധികം സ്ത്രീകൾ ഒരു ദിവസം പത്രം വായിച്ചാൽ 8-10 കേസുകളാണ് പലയിടങ്ങളിലായിട്ട്. സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, സ്ത്രീകളെ മർദ്ദിക്കുന്നു, സ്ത്രീകൾ ആത്മഹത്യ ചെയ്യുന്നു, അച്ഛനും അമ്മയും വലിഞ്ഞു വാരി കെട്ടി കൊന്ന് ആറ്റിലെറിയുന്നു. ഇങ്ങനെ ഒക്കെയുള്ള നിരവധി സംഭവങ്ങളാണ്. അതുകൊണ്ട് കേരളത്തിൻ്റെ മണ്ണ് സ്ത്രീകളുടെ കണ്ണുനീർത്തുള്ളികൾ വീണ് നനയുകയാണ്. അപ്പോൾ ഈ സ്ത്രീകളുടെ കരച്ചിൽ ഇങ്ങനെ കേൾക്കുമ്പോൾ ഇതിനെതിരായിട്ടൊരു ബഹുജന രോഷമുണ്ടാകണം, ഒരു ബഹുജന അഭിപ്രായം ഉണ്ടാകണം, ജനമനസ്സാക്ഷി ഉണരണം. അതിനു വേണ്ടിയിട്ടുള്ള അവർക്ക് ഈ ജനസമൂഹത്തിന് ഒരു നേർവഴി കാട്ടിക്കൊടുക്കാനാണ് ജടായുപ്പാറ. ജടായുപ്പാറ ലോകത്തോട് വിളിച്ചു പറയുന്ന സന്ദേശം എന്ന് പറയുന്നത് സ്ത്രീകളെ രക്ഷിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ബി ഫോർ ഷീ എന്ന് പറയുന്നൊരു പ്രസ്ഥാനം അവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഒരു ബഹുജന പ്രസ്ഥാനമാണ്. ബി ഫോർ ഷീ ഒരു ചുരുക്കപ്പേരാണ്. WESHE, വിമൻ എൻഡീവർ ഫോർ സേഫ്റ്റി, ഓണർ, എംപവർമെൻറ്റ്. ഇന്ന് സ്ത്രീകൾക്ക് ആവശ്യം ഈ 3 കാര്യങ്ങളാണ്. സേഫ്റ്റി, സുരക്ഷ വേണം. ഓണർ, മാന്യത വേണം. എംപവർമെൻറ്റ്, അവർക്ക് ശാക്തീകരണം ഉണ്ടാകണം. അവർക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ കഴിയണം. സ്ത്രീകൾക്ക് മാന്യത കൽപ്പിച്ചിട്ടുള്ള ഒരു സംസ്കാരം, ഒരു പൈതൃകമാണ് നമുക്കുള്ളത്. അവരിങ്ങനെ അനാഥരായി, പീഡിതരായി, ദുഃഖിതരായി, വേദനിച്ച് കണ്ണുനീരും ഒഴുക്കി കഴിയേണ്ട, നിസ്സഹായാവസ്ഥയിൽ കഴിയേണ്ട ഒരു സ്ഥിതിവിശേഷം കേരളത്തിൽ ഇന്നുണ്ട്. അതിനെതിരെ ഒരു ജനവികാരം ഉണ്ടാകും. അതാണ് വി ഫോർ ഷീ. സമൂഹം ഒന്നാകെ പറയുന്നു, നിങ്ങളോടൊപ്പം ഞങ്ങളുണ്ട്. നിങ്ങളുടെ സേഫ്റ്റിക്ക് നിങ്ങൾക്ക് ഓണർ ലഭിക്കാൻ, നിങ്ങൾക്ക് എംപവർമെൻറ്റ് കിട്ടാൻ. അതിനുള്ള വലിയൊരു പ്രോജക്റ്റാണ് നമ്മളോട് ഉദ്ദേശിക്കുന്നത്. ഈ പടവുകൾ പണി പൂർത്തിയാക്കി കഴിഞ്ഞാൽ തീർച്ചയായും അങ്ങനെ വലിയൊരു വിപുലമായ ഒരു പ്രോജക്റ്റ് അവിടെ ആരംഭിക്കാനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അനാഥരായ, അതുപോലെ വിധവകളായ,
അതുപോലെ അംഗവൈകല്യം സംഭവിച്ച, സമൂഹത്തിൽ നിന്നും പുറന്തള്ളപ്പെട്ട, പിന്നാമ്പുറങ്ങളിലേക്ക് തള്ളപ്പെട്ട, എത്രയെത്ര അവഗണിക്കപ്പെട്ട എത്രയെത്ര സ്ത്രീകൾ ഇന്ന് എന്ത് ചെയ്യണമെന്നറിയാൻ പാടില്ല, അത് വഴിയാധാരമായി കഴിയണം. അവർക്കൊക്കെ ഒരു പ്രതീക്ഷയും പ്രത്യാശയും നൽകാൻ, അവർക്കൊക്കെ ഒരു അത്താണിയായി മാറാൻ ഈ ജടായുപ്പാറയ്ക്ക് കഴിയണം. ജടായുപ്പാറ ലോകത്തോട് വിളിച്ചു പറയുന്നതാണ്. രണ്ടാമതായി, ആ ജടായുപ്പാറ ഒരു ജൈവ വൈവിധ്യ കലവറയാണ്. അതാണ് ഞാൻ ചോദിക്കാൻ വന്നത് സാറിന്. ബിക്കോസ് ഇതൊരു സ്ത്രീ പ്രൊട്ടക്ഷൻ, വുമൻസ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ ഒരു ഫാഷനായി മാറിയിട്ടുണ്ട്. ചില സ്ത്രീകളുടെ വന്ന് സെമിനാറിൽ വർത്തമാനം പറഞ്ഞു പോകുന്ന, ഒരു കോൺഫറൻസ് നടത്തി, അത് കഴിഞ്ഞപ്പോൾ അതെല്ലാം കഴിയും, അന്ന് മറക്കും, മൂന്നാമത്തെ ദിവസം എല്ലാം മറക്കും. ഇപ്പോൾ സാറ് ചെയ്യുന്ന പ്രോജക്റ്റിനെ നോക്കുകയാണെങ്കിൽ ഒരു ലോങ് ടേം ഇമ്പാക്റ്റ് അതിൻ്റെ ഉണ്ട്. അതല്ലാണ്ട് ഈ പറഞ്ഞ ഒരു ബയോഡൈവേഴ്സിറ്റി, ആ പ്രൊട്ടക്ഷനും ഇതിൽ വരുന്നുണ്ട്. സ്ത്രീകളുടെ പ്രൊട്ടക്ഷൻ മാത്രം, ബയോഡൈവേഴ്സിറ്റി അതിനെപ്പറ്റിയും സാറൊന്ന് ഡിസ്ക്രിപ്ഷൻ. ഇത് സ്ത്രീകളുടെ എന്ന് പറഞ്ഞപ്പോൾ ഇതൊരു ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് അല്ല. അതാ പറഞ്ഞത്, അവിടെയാണ് ഫെമിനിസ്റ്റ് മൂവ്മെൻ്റ് എന്ന് പറയുന്നത് വേറൊരു തലമാണ്. അതല്ല, ഇത് സ്ത്രീകൾക്ക് അധികാരം കിട്ടാൻ വേണ്ടിയിട്ടല്ല, സ്ത്രീകൾക്ക് സ്വന്തം കാലം നിൽക്കാനാണ്. സ്ത്രീകൾക്ക് അപ്പർ ഹാൻഡ് കിട്ടണം, സ്ത്രീകളാണ് ഇവിടെ എല്ലാ കാര്യം തീരുമാനിക്കേണ്ടത് പറയുന്ന ഒരു സ്ത്രീകളുടെ സാമ്രാജ്യത്വവാദമല്ല, അവരുടെ ഒരു അരാജകത്വത്തിലേക്ക് കൊണ്ടുപോകാനല്ല. ഇവിടെ സ്ത്രീകൾ സംസ്കാര നിബദ്ധമായ ഒരു ജീവിതം, ഒരു കുടുംബജീവിതം, ഒരു വീട്ടമ്മ, ഒരു നാട്ടിൽ ഒരു സ്ത്രീ സമൂഹത്തെ എങ്ങനെ സമൂഹം നോക്കി കാണണം എന്നുള്ളതിനെക്കുറിച്ചൊക്കെ നമുക്കൊരു കാഴ്ചപ്പാടുണ്ട്. അതോടൊപ്പം തന്നെയാണ് പ്രകൃതിയും നമുക്ക് അമ്മയാണ്. നമ്മളെല്ലാം അമ്മയായിട്ടാണ് കാണുന്നത്. ഭൂമി ദേവി, ഭൂമി അമ്മയാണ്. നമുക്ക് ഗംഗ മാതാവാണ്. നമ്മുടെ ഭൂമിയിൽ ഈ പ്രകൃതിയിൽ കാണുന്ന എല്ലാത്തിനും അമ്മ എന്നുള്ളൊരു സങ്കല്പമാണ്. അവിടുന്നാണ് ഈ ബയോഡൈവേഴ്സിറ്റിയുടെ ഒരു കോൺസെപ്റ്റും വരുന്നത്. അതെ, അതാണ് ഈ ബയോഡൈവേഴ്സിറ്റി, ജൈവ വൈവിധ്യം. അതായത് രാമായണത്തിൽ നമുക്ക് നോക്കിക്കാണാൻ സാധിക്കും. അവിടെ വാനരന്മാരുണ്ട്, അണ്ണാനുണ്ട്, അവിടെ പക്ഷികളുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. എല്ലാ ജന്തു ജീവജാലങ്ങളും, മരങ്ങൾ പോലും ഉണ്ട്. മരങ്ങൾക്കും അവിടെ ഒരു കാരണം, സീതയെ നഷ്ടപ്പെട്ടപ്പോൾ രാമൻ ആദ്യമായി സീത എവിടെ എന്ന് ചോദിച്ചത് ആരോടാണ്? മരങ്ങളോടാണ്. അവിടുത്തെ സസ്യ ജന്തു ജീവജാലങ്ങളോടാണ്. കാരണം അവരൊക്കെ അത്ര സൗഹൃദത്തിലായിരുന്നു കഴിഞ്ഞിരുന്നു. എല്ലാവരുമായും സമീകരിച്ച ഭാവമാണ്. ഒരു കുടുംബത്തിലെ അംഗങ്ങളെപ്പോലെയാണ് പ്രകൃതിയിലുള്ള എല്ലാവരും കഴിഞ്ഞത്. അതുകൊണ്ടാണ് വാനരനുമായിട്ട് സംസാരിക്കുന്നു, അണ്ണാനോട് സംസാരിക്കുന്നു, അണ്ണാനും തനിക്കും ഇതിൽ പങ്കുണ്ട് എന്ന് പറഞ്ഞ് രംഗത്ത് വരുന്നു. അപ്പോൾ ഈ ബയോഡൈവേഴ്സിറ്റി, ഇന്ന് നമ്മുടെ നാട്ടിൽ കാണുന്ന ഈ ഡൈവേഴ്സിറ്റി, അതിൽ ഒരു തരത്തിലും അതിനോട് മാന്യത കാട്ടുന്നില്ല. എല്ലാം ധ്വംസിക്കുകയാണ്. മനുഷ്യൻ്റെ വിചാരം ഇതൊക്കെ എൻ്റെ സുഖത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് ജന്തുക്കളെ കൊല്ലുന്നു, മരങ്ങളൊക്കെ നശിപ്പിക്കുന്നു, കുന്നായ കുന്നുമുഴുവൻ ഇടിച്ച് നിരത്തുന്നു, പുഴയായ പുഴയിൽ നിന്നെല്ലാം മണൽ വാരിയെടുത്ത് ഈ പ്രകൃതിയെ ധ്വംസിക്കുന്ന ഒരു ആക്രാമികമായ ഒരു മനോഭാവമാണ് ഇന്ന് ജനങ്ങൾ വളർന്നു വരുന്നു. അത് പ്രകൃതി ചൂഷണം, പ്രകൃതി ധ്വംസനം, ഇതിനൊക്കെ എതിരെ നൽകുന്ന ഏറ്റവും വലിയ മുന്നറിയിപ്പാണ്, താക്കീതാണ് ജടായുപ്പാറ. വാസ്തവത്തിൽ ജനങ്ങളോട് വിളിച്ചു പറയുകയാണ്. ഈ കണ്ടോ, ഇവിടെ ദിവസവും വൈകുന്നേരം നൂറുകണക്കിന് വാനരന്മാർ ആ ക്ഷേത്രത്തിൻ്റെ മുന്നിൽ വരും. അവർക്ക് ഭക്ഷണം കൊടുക്കുകയാണ് ഭക്തജനങ്ങൾ. വാനര ഊട്ടാണ് അവിടുത്തെ പ്രധാന വഴിപാട്. രാവിലെ പക്ഷികൾ ധാരാളം വരും. ജടായുവിൻ്റെ ആൾക്കാരാണ്, അവർക്ക് ഭക്ഷണം കൊടുക്കും, പക്ഷി ഊട്ടാണ്. അണ്ണാൻ വരും. എല്ലാവരും സന്തോഷത്തോടുകൂടി അവിടെ കഴിയുകയാണ്. ആ ഒരു 78 ഏക്കർ വരുന്ന പാറയിൽ കഴിയുകയാണ്. ഇതാണ് ഈ ജൈവ വൈവിധ്യം നിലനിർത്തണം എന്നുള്ളതാണ് ഈ സമൂഹത്തോട് ആവശ്യപ്പെടുന്നത്. അതാണ് ജടായുപ്പാറയുടെ പാഠങ്ങളാണ്, ജനങ്ങൾക്ക് നൽകാനുള്ള ഉദ്ബോധനമാണ് ഇത് രണ്ടും. അതാണ്, ബിക്കോസ് നമ്മുടെ പുറത്തുള്ള ആൾക്കാർ, കേരളത്തിലുള്ള ആൾക്കാർക്ക് ഇത് അടുത്തുള്ളവർക്ക് അറിയായിരിക്കും ജടായുപ്പാറ എന്താണെന്നുള്ളത്. പക്ഷേ ഇങ്ങനത്തെ ഒരു ഫൈനർ ഡീറ്റെയിൽസ് എന്ന് പറയും ഇംഗ്ലീഷിൽ, ഇതിനെപ്പറ്റി അധികം പുറത്തെ ലോകത്തിന് അറിയില്ല. അതല്ലാണ്ട് ഈ രാമായണത്തിനെ പറ്റിയിട്ട് ഞാൻ കണ്ടിട്ട് പുറത്ത് തായ്ലൻഡിലൊക്കെ ഞാൻ താമസിച്ചപ്പോൾ അവിടെ രാമായണം, മലേഷ്യയിലൊക്കെ രാമായണം എന്ന് പറഞ്ഞാൽ വളരെ റെസ്പെക്റ്റ് ഉള്ള ഒരു ഇതാണ്. അവിടുത്തെ ഡാൻസ് ഫോം ഉണ്ട്, അവരുടെ ഹിസ്റ്ററി പ്രിസർവ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ മാത്രം അത്ര ഒരു പബ്ലിസിറ്റി എന്ന് പറയാൻ പറ്റില്ല, അത്ര ഒരു രാമായണത്തെ പറ്റി ഒരു റിസർച്ചും അത്ര ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഓറിയൻറ്റഡ് ആയിട്ടുള്ള തിങ്കിങ് ഉണ്ടായിട്ടില്ല. അപ്പോൾ ഈ ജടായുപ്പാറയുടെ പ്രോജക്റ്റിന് അതും ഒരു കോമ്പണൻ്റ് അല്ലേ? തീർച്ചയായിട്ടും. രാമായണം ഈ കേരളത്തിൻ്റെ ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ പാട്ട് സാഹിത്യം ആദ്യമായിട്ടുണ്ടാകുന്ന സാഹിത്യം പാട്ട് സാഹിത്യമാണ്, രാമകഥാപാട്ടാണ്. MA മലയാളംകാർക്ക് പഠിക്കാനുള്ള പുസ്തകം കൂടിയാണ്. കാരണം എങ്ങനെയാണ് അത് 1100 കാലത്ത് മലയാള ഭാഷ എങ്ങനെയായിരുന്നു? രാമകഥാപാട്ടാണ്. അന്ന് രാമകഥാപാട്ടും അതോടൊപ്പം തിരുനിഴൽമാല 2 കൃതികളെ പാട്ട് സാഹിത്യത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അതിനുശേഷം ഇങ്ങോട്ടേക്ക് കലകളെടുത്ത് നോക്കിയാൽ രാമനാട്ടാണ് ആദ്യം തുടങ്ങുന്നത്, എന്നിട്ടാണ് അതിൽ നിന്നാണ് കഥകളി ഉണ്ടാകുന്നത്. അതുപോലെ തന്നെയാണ് കണ്ണശ രാമായണം, അതിനുശേഷമാണ് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം, രാമായണം ചമ്പു, എത്രയാണ്.
ഒരിക്കൽ കഥകളി ഇവിടെ ഉണ്ടായിരുന്ന അധ്യാത്മരാമായണം കഥകളിയാണ്. ഇനി വനവാസി സഹോദരങ്ങളുടെ ഇടയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവരുടെ കലകളെടുത്ത് പരിശോധിച്ചാൽ രാമായണ കഥകളാണ് അവരും പാടിക്കൊണ്ട് നടക്കുന്നത്. അവരുടെ പേരുകൾ പോലും പലതും ചാമൻ എന്ന് പറഞ്ഞാൽ രാമനാണ്, ചീത എന്ന് പറയുന്നത് സീതയാണ്. ഇങ്ങനെ നമ്മൾ നോക്കിക്കഴിയുമ്പോൾ ഇവിടുത്തെ കലയായിരുന്നാലും സാഹിത്യമായിരുന്നാലും ഏതെടുത്ത് പരിശോധിച്ചാലും അവിടെയൊക്കെ ഒരു രാമായണത്തിൻ്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിരുന്നു കേരളത്തെ സംബന്ധിച്ചിടത്തോളം. മാത്രവുമല്ല രാമൻ കേരളത്തിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ആരും അതേക്കുറിച്ച് പഠിച്ചിട്ടില്ല. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഈ രാമായണവും രാമനുമൊക്കെ ഈ കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതത്തിൽ ചെലുത്തിയിട്ടുള്ള സ്വാധീനം എത്രത്തോളമുണ്ട്, അത് പഠിച്ച് മനസ്സിലാക്കാൻ ചരിത്രകാരന്മാർ, പണ്ഡിതന്മാർ അവരൊക്കെ അടങ്ങുന്ന ഒരു റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആരംഭിക്കുക എന്നുള്ളതാണ് മൂന്നാമത്തെ നമ്മുടെ ജടായുപ്പാറയിലെ പ്രോജക്റ്റ് എന്ന് പറയുന്നു. അതായത് രാമായണ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൾച്ചറൽ ഹെറിറ്റേജ്, റിക് എന്നാണ് അതിൻ്റെ പേര്. അങ്ങനെ ധാരാളം ചരിത്രകാരന്മാർ ഇപ്പോൾ രംഗത്ത് വന്നിട്ടുണ്ട്. പല മീറ്റിങ്ങുകൾ നടത്തിക്കഴിഞ്ഞിരിക്കുന്നു. അവരുടെ സ്ഥലനാമങ്ങളാണ് ആദ്യം പരിശോധിക്കുന്നത്. കേരളത്തിൽ ഉടനീളം നോക്കിക്കഴിഞ്ഞാൽ സ്ഥലനാമങ്ങളെല്ലാം രാമപുരം, രാമേശ്വരം, രാമക്കൽമേട്, രാമനാട്ടുകുളങ്ങര, ഇങ്ങനെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര സ്ഥലങ്ങളാണ് രാമനുമായി ബന്ധപ്പെട്ടതാണ്, ലക്ഷ്മണനുമായി ബന്ധപ്പെട്ടതാണ്. ധനുവച്ചപുരം തിരുവനന്തപുരത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ്. രാമൻ ധനുസ് വെച്ച സ്ഥലം എന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു കുളമെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ രാമൻകുളങ്ങര, ഇങ്ങനെ കുളമായ പാലക്കാട് ചെന്ന് കഴിഞ്ഞാൽ രാമായണ കുന്ന്, വലിയൊരു കുന്നിൻ്റെ പേരാണ്. എന്തുകൊണ്ടിതുണ്ടായി? ജനങ്ങൾ വിശ്വസിക്കുന്നു രാമൻ ഇതുവഴി പോയി. ഒരു കുളം ചൂണ്ടിക്കാണിച്ചിട്ട് പറയും ഇവിടെ രാമൻ കുളിച്ചതാണ്. പക്ഷേ കൃഷ്ണൻ ഇതുവഴി പോയി എന്ന് ആരും ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പോൾ കേരളത്തിലെ ജനമനസ്സിൽ രാമനുണ്ട്. എങ്ങനെ? അത് തെളിയിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. തെളിയിക്കണമെന്നുണ്ടെങ്കിൽ ഗവേഷണം നടക്കണം, പഠനം നടക്കണം. അതിന് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ആവശ്യമാണ്. അത് തീർച്ചയായിട്ടും രാമൻ പോയ വഴി നമുക്ക് കണ്ടുപിടിക്കും. എങ്ങനെയാണ് ഈ വനവാസക്കാലത്ത് കേരളത്തിൽ വന്നപ്പോൾ ഏതൊക്കെ സ്ഥലങ്ങളിലൂടെ യാത്ര ചെയ്തിട്ടുണ്ട്, അത് കണ്ടുപിടിക്കാൻ ഒരു പ്രയാസമില്ല. അതിനുള്ള സാഹചര്യങ്ങളെല്ലാം ഉണ്ട്, തെളിവുകളുണ്ട്. തമ്മിലൊന്ന് കൂട്ടി യോജിപ്പിച്ചാണ്. വടക്കേ ഇന്ത്യയിൽ നിന്ന് പുറത്തിറക്കിയിരിക്കുന്ന രാമൻ്റെ യാത്രാപഥമുണ്ട്. അത് പക്ഷേ കിഷ്കിന്ധയിൽ നിന്ന് നേരെ രാമേശ്വരത്തേക്ക് എത്തിയതായിട്ടാണ് കാണിക്കുന്നത്. വാസ്തവത്തിൽ അങ്ങനെയല്ല. കേരളത്തിൽ യാത്ര ചെയ്ത ശേഷം അങ്ങനെ രാമേശ്വരത്ത് പോയി, ലങ്കയിൽ പോയി, തിരിച്ച് അയോധ്യയിലേക്ക് വന്നതായിട്ടാണ്. പക്ഷേ അത് തിരുത്താൻ ഇന്നൊരു ശ്രമം നടന്നിട്ടില്ല. തിരുത്താൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷേ ആധികാരികമായി ഇതേക്കുറിച്ച് പറയാൻ കഴിവുള്ള ആളുകളുടെ പഠനവും നിരീക്ഷണവും ഗവേഷണവും നടന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് കണ്ടെത്താൻ സാധിക്കും. അതിനുള്ള ഒരു ഫണ്ടിങ്, ഇതിനേക്കാൾ ഇങ്ങനെ ഇത്ര വലിയൊരു പ്രോജക്റ്റ് ഇപ്പം അമ്പലം മാത്രമല്ലല്ലോ, അമ്പലത്തിൻ്റെ കൂടെ രാമപാത ഉണ്ട്, അതല്ലാണ്ട് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, ഈ പറഞ്ഞ മാതിരി ബയോഡൈവേഴ്സിറ്റി പാർക്ക്. ഇതിനുള്ളൊരു ഫണ്ടിങ് നാച്ചുറലി സാർ ഒരു പ്രൈവറ്റ് ഇൻഡിവിജ്വൽ എന്നുള്ള ഒരു സ്റ്റേറ്റസിന് വന്നിട്ട് ഒരു ട്രസ്റ്റ് തുടങ്ങി അങ്ങനെ ഫണ്ടിങ്. അതിനുള്ളത് പബ്ലിക് എന്നുള്ള സപ്പോർട്ട് മലയാളികൾ മാത്രമല്ല, കുറേ ഭാഷക്കാരുണ്ട്, കുറേ തെലുങ്കന്മാരുണ്ട്, തമിഴന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. നമ്മൾ എവ്രിവെയർ നോർത്തിൽ പോയാൽ അവരുണ്ട്. സാറിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്താണ്? എവിടെ നിന്നാണ് ഈ പബ്ലിക്കിൻ്റെ ഹെൽപ്പ് ഇതിൽ വരാൻ പറ്റുന്നത്? ഇത് തുടങ്ങിയപ്പോൾ ഇത് കൊല്ലം ജില്ലയിൽ ചടയമംഗലംകാരുടെ മാത്രമൊരു പരിപാടിയായിരുന്നു. കാരണം അവരുടെ നാട്ടിൽ ജഡായു, ഈ ചടയമംഗലം എന്നുള്ള പേര് പോലും ജഡായു മംഗലം എന്നായിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ജഡായുവിനെ അറിയുകയും ആദരിക്കുകയും ഒക്കെ ചെയ്യുന്ന ഇതൊരു പ്രാദേശിക വിഷയമായിട്ട് മാത്രം നിലനിന്നിരുന്നു. പക്ഷേ സ്വാമിജി, സത്യാനന്ദ സരസ്വതി സ്വാമി, അദ്ദേഹം പറഞ്ഞു ഇതിന് വലിയ ഒരു മാനമുണ്ട്, ഒരു ഡൈമെൻഷനുണ്ട്. അത് നാഷണൽ, ദേശീയ തലത്തിൽ തന്നെ ഉണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിങ്ങനെ ഞാനൊരു വിഗ്രഹം പ്രതിഷ്ഠിച്ചു, ശരിയാണ്, പക്ഷേ ഇതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ നടക്കണം. ഇത് ദേശവ്യാപകമായി ജനങ്ങൾ ഇതറിയണം, മനസ്സിലാക്കണം. അങ്ങനെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ ട്രസ്റ്റ് രൂപീകരിച്ചു. ജഡായുപ്പാറ ശ്രീ കോദണ്ഡരാമ ടെമ്പിൾ ട്രസ്റ്റ് രൂപീകരിച്ചു. അങ്ങനെ ആണ് ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ കേരളം മുഴുവൻ വ്യാപകമായി നടത്തിയ പ്രചരണ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് ആ ക്ഷേത്രം 2.5 കോടി രൂപ ചെലവഴിച്ച ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കി. ഇനി പടവുകൾ, ഈ പടവുകൾ എന്ന് പറയുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം അവിടെ വരുന്നവർക്ക് കയറിപ്പോകാൻ ഉള്ള ഒരു ഭൗതിക സൗകര്യം എന്നുള്ള നിലയ്ക്കല്ല. കാരണം കേരളത്തിലെ വീടുകളിൽ പണ്ടുകാലം മുതലേ സന്ധ്യാനാമം ചൊല്ലും, ശ്രീരാമ സന്ധ്യാനാമം. ആ ചൊല്ലുന്നത് രാമ 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 പാഹിമാം, രാമപാദം ചേരണേ മുകുന്ദരാമ പാഹിമാം എന്നാണ് എപ്പോഴും. അതുപോലെ തന്നെ മരണാനന്തരക്രിയ ചെയ്യുമ്പോൾ ബന്ധുക്കളെല്ലാവരും വായ്ക്കലരിയിടും. അതുപോലെ തന്നെ എള്ളും പൂവും ചന്ദനവും കയ്യിലെടുത്ത് തർപ്പണം നടത്തും. അപ്പോൾ പറയുന്നത് എന്താണ്? ഈ ആത്മാവിനെ വിഷ്ണുപാദം രാമപാദത്തിലെത്തിക്കണേ എന്ന് പ്രാർത്ഥിക്കുകയാണ്.
അപ്പോൾ എല്ലാവരുടെയും ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് രാമപാദത്തിലെത്തുക എന്നുള്ളതാണ്. ഈ ജടായുപ്പാറയുടെ മുകളിൽ രാമപാദമാണ്. അപ്പോൾ ഈ പടവുകൾ പണിയുന്നത് രാമപാദത്തിലേക്ക് ഓരോരുത്തരെയും ആധ്യാത്മികമായി ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അവർക്ക് അവരുടെ സ്പിരിച്വൽ ലൈഫിൽ അവർക്ക് നിരന്തരമായ ശ്രമത്തിലൂടെ ആ അബ്സല്യൂട്ട് റിയാലിറ്റി, ആ ഒരു ആത്യന്തികമായ സത്യം സാക്ഷാത്കരിക്കാൻ കഴിയണം. ഏതൊരാളുടെയും ജീവിത ലക്ഷ്യം അതുതന്നെയാണ്. അപ്പോൾ അത് അനുഭവത്തിൽ കൊണ്ടുവരാൻ, അനുഭൂതി തലത്തിൽ കൊണ്ടുവരാൻ കഴിയണമെന്നുണ്ടെങ്കിൽ ഈ പടവുകൾ ആ നിലയ്ക്ക് പണി പൂർത്തിയാക്കണം. അതുകൊണ്ടാണ് ഇതിൻ്റെ പണി ആദ്യത്തെ പടവ് വെക്കേണ്ടത് ആരാണ് എന്നുള്ളതിനെപ്പറ്റി ചർച്ച വന്നപ്പോൾ അയോധ്യയിൽ ആ ക്ഷേത്രത്തിൻ്റെ ട്രസ്റ്റി ആയിട്ടുള്ള, അതായത് 5 പേരാണ് ട്രസ്റ്റീസ്. അതിൽ തെക്കേ ഇന്ത്യയിൽ നിന്നും ഉള്ള സ്വാമി വിശ്വപ്രസന്ന തീർത്ഥ പേജോർ മഠാധിപതിയാണ്, അറിയപ്പെടുന്ന സന്യാസിയാണ്. അദ്ദേഹത്തെ കൊണ്ട് ആദ്യത്തെ പടവ് വെപ്പിക്കാം. അപ്പോൾ അയോധ്യയുമായിട്ടൊരു ബന്ധമായി, ദേശീയ തലത്തിൽ ഒരു പ്രചാരമായി, അംഗീകാരമായി, അങ്ങനെ ഈ പടവ് നിർമ്മാണത്തെ ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരണം. അപ്പോൾ ഓരോ പടവും 1008 പടവ്. അപ്പോൾ പലരും പറഞ്ഞു നമുക്ക് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയെ കണ്ടു കഴിഞ്ഞാൽ അവർ പണിയുമല്ലോ, അവരുടെ പേരെഴുതി വെച്ചാൽ പോലെ. ശരിയാണ്. ഇപ്പോൾ ശബരിമല ചെയ്യുന്നുണ്ട്, ആ ശ്രീകോവിൽ തന്നെ പണിത് ഒരു വലിയ കോർപ്പറേറ്റ്. അതുപോലെ തന്നെ ഓരോന്നും അവിടെ പണിയുന്നത് അങ്ങനെയാണ്. പലയിടത്തും അത് ചെയ്യാറുണ്ട്. പക്ഷെ നമ്മൾ തീരുമാനിച്ചു അത് പാടില്ല. ജനങ്ങളെ സമീപിച്ച് ജനങ്ങൾ ഓരോരുത്തരായി ഓരോ പടവുകൾ വെച്ച് അത് അവരുടെ ഹൃദയത്തുടിപ്പ് അവിടെ ഉണ്ടാവും. അങ്ങനെ ഒരു ജനകീയ സംരംഭമാണ്. ജനപങ്കാളിത്തത്തോടെ ജനങ്ങൾ പൂർണ്ണമായ മനസ്സോടെ ഭക്തിയോടെ സമർപ്പിക്കുന്ന ഓരോ പടവുകളും വെച്ച് 1008 പടവുകൾ പൂർത്തിയാക്കണമെന്നാണ് നമ്മൾ തീരുമാനിച്ചത്. അത് ഇന്ത്യയുടെ എല്ലാ ഭാഗത്തു നിന്നാണ്. അങ്ങനെ ഞാനിപ്പോൾ ഹൈദരാബാദിലെത്തി. 11,000 രൂപയാണ് ഒരു പടവിന്. വാസ്തവത്തിൽ 10-20,000 രൂപ ചിലവ് വരുന്നൊരു കാര്യമാണ്. പക്ഷേ എല്ലാവർക്കും താങ്ങാവുന്നൊരു തുക 11,000 രൂപ. ഈ 12 അടി നീളമുള്ള കല്ല് അവിടെ വെക്കാൻ ചോദിച്ച് എല്ലാവരുടെ അടുക്കൽ പോയി ചോദിച്ച് അങ്ങനെ ജനങ്ങളുടെ കയ്യിൽ നിന്നും ആണ് ഈ പണം നമ്മൾ സ്വീകരിക്കുന്നത്. വിവേകാനന്ദ പാറ എങ്ങനെയായിരുന്നു? 1 രൂപ ടിക്കറ്റായിരുന്നു അന്ന്. ഞാനൊക്കെ 8ാം ക്ലാസ്സിലും 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴായിരുന്നു ഞാൻ വീട് തോറും കയറി നടന്ന് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതാണ് ആ പാറയിൽ എന്തുകൊണ്ടാണ് അതുവരെ കന്യാകുമാരി പാറ എന്ന് അറിയപ്പെട്ടിരുന്നത്, അത് വിവേകാനന്ദ പാറയായി മാറിയത് എങ്ങനെയാണോ, അതിനുവേണ്ടി നടന്ന സംരംഭം എങ്ങനെയായിരുന്നു, അതാണ് ഒരു പ്രചോദനം. ഏകനാഥ റാനഡെ കാണിച്ചു തന്ന ആ ഒരു വഴിയുണ്ട്, ഗുരുജിയും ഒക്കെ പറഞ്ഞു തന്ന ഒരു മാർഗമുണ്ട്. ജനങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ട് ജനങ്ങളുടേതായിട്ടുള്ള അംഗീകാരത്തോടും സഹായത്തോടും സഹകരണത്തോടും കൂടി ഒരു മഹായജ്ഞം പൂർത്തിയാക്കുക. ഇതൊരു യജ്ഞമാണ്. അങ്ങനെ ഓരോ പടവുകളും പണിയുക എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. 5-6 മാസം എടുക്കും. കാരണം ഇത് 1000 അടി പൊക്കത്തിൽ വരെ എത്തേണ്ടതാണ്. അപ്പോൾ ഈ ഹൈദരാബാദിൽ ഓരോരുത്തരെയും പോയി സമീപിച്ച് നമുക്ക് 1 പടി 5 പടി 10 പടി ഓരോരുത്തരുടെ വകയായി നമ്മൾ വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡെഫിനറ്റായിട്ട് ഇത് ഞാൻ തന്നെ ഒരു പടി തരാം അവിടെ തന്നെ. എൻ്റെ തന്നെ തരാം. ഇവിടെ നിന്ന് ഇനിയും ഞാനൊരു 100 പേരെങ്കിലും സംഘടിപ്പിച്ച് തരാം. അതിനൊരു കപ്പാസിറ്റി. പക്ഷേ ഞാൻ പറഞ്ഞ നമ്മുടെ വീഡിയോ ഇനി മലയാളത്തിലും ഇംഗ്ലീഷിലായിട്ടൊക്കെ പുറത്ത് പോകുമ്പോൾ തെലുങ്കിലും പോകുമ്പോൾ అവിടെയുള്ള కాన్న ఆల్కార్ ఈ తెలుగులో చూస్తున్న వాళ్ళు కూడా ఈ రామపాదం ప్రాజెక్ట్ అనేది అది మన గుడికి కట్టేది ఒక స్టెప్ బై స్టెప్ పైకి వెళ్ళడానికి 1000 స్టెప్పుల కన్నా ఎక్కువ ఉంది. దానికి ఉన్న ఒక డబ్బులు దాన్ని సమర్పించడానికి కుమరన్ గారు హైదరాబాద్కి వచ్చారు. 3వ సారి వస్తున్నారు ఇది. కానీ మన తరఫు నుంచి డీటెయిల్స్ కూడా ఈ వీడియో అయిన తర్వాత మనం దాంట్లో వీడియోలో పెడుతున్నాం. డెఫినెట్గా మీరు అందరూ చూడాల్సిందే. బట్ കുമരൻജി ഇത് അവസാനം വന്ന് കാണുമ്പോൾ ഇതിനൊരു 2nd ഫേസും 3rd ഫേസ് ആയിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ ഫേസിനുള്ള ഫണ്ടിങ്ങും വേറെയാണോ അതോ ആൾക്കാർക്ക് ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ എപ്പോൾ വേണമെങ്കിൽ ഡൊണേറ്റ് ചെയ്യാം ട്രസ്റ്റ് അങ്ങനെയുണ്ടോ? അല്ല, ഈ പ്രോജക്റ്റ് കഴിയുമ്പോൾ സ്ഥലം വാങ്ങണം, രാമന് 1 പിടി മണ്ണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ സമീപിക്കാൻ പോവാം. ഒരു 3-4 ഏക്കർ സ്ഥലത്ത് ഒരു രാമായണ വില്ലേജ്. അതായത് വാൽമീകി നിഷാദ വാൽമീകിയെ ഒരു വലിയ ഋഷിശ്രേഷ്ഠനാക്കി മാറ്റിയത് അവരൊരു വാക്കാണ്, നിഷാദ. അവിടം തൊട്ട് തുടങ്ങണം. ആ ഒരു ചിതൽപുറ്റിൻ്റെ ഉള്ളിൽ നിന്നും രാമമന്ത്രം കേട്ടുകൊണ്ട്, വാൽമീകി മഹർഷിയുടെ രാമമന്ത്രം കേട്ടുകൊണ്ട് വേണം ആളുകൾ പ്രവേശിക്കാൻ. അങ്ങനെ രാമായണ കഥയിലെ 108 കഥാഭാഗങ്ങൾ, ആ 108 കഥാഭാഗങ്ങൾ ഒരു കൊച്ചു കുട്ടിക്ക് പോലും കണ്ടാൽ മനസ്സിലാകുന്ന വിധത്തിൽ അതിൻ്റെ ശില്പാവിഷ്കാരങ്ങൾ, അതിൻ്റെ ചിത്ര രൂപത്തിൽ, അതിനെ പല രീതി, പല കലകളിലൂടെ, പല രീതിയിലുള്ള മീഡിയം ഉപയോഗിച്ച് അതിനെയൊക്കെ ആവിഷ്കരിച്ച് നമുക്കൊരു രാമായണ വില്ലേജ് ഉണ്ടാകണമെന്നാണ് ആഗ്രഹം. അതാണ് അടുത്ത പ്രോജക്റ്റ്. തീർച്ചയായിട്ടും അത് സാധിക്കും. എല്ലാം സാധിക്കണം. അതാണ് ദൈവത്തിൻ്റെ ഒരു, നമ്മൾ പറയുന്നത് ഗോഡ് വില്ലിങ്, ആൻഡ് ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ഹാപ്പൻ.
What we saw today with Kumananji speaking about is this project in Chadamangalam village in Kerala, in Kollam district of Kerala, is a very, very unique project. It reflects that mythical bird, Jatayu, who fought against the demon Ravana to protect the honor of a woman, Sita. Beyond it, there is a lot more. There is a biodiversity park which has animals, which has birds, which has squirrels, which has everything in it. There is even the food feeding for the monkeys, the vanaras as we call them, and also for the squirrels and the various other birds that come there, which is a very, very unique thing for any temple. Because usually we hear of Annadanam for human beings, but here is Annadanam for animals and birds. That is the difference. The next time you are in Kerala or you're planning a trip to Kerala, make sure that you go there. But more importantly, see this video, because this is a huge project and this is not a government funded project. This is a project that is driven passionately by Kumananji, who we all know is a self-made man, a former governor of Mizoram, has no airs about it. Very, very simple living, doesn't even follow the protocols of his post. He just walks his way through. And that is the most important thing. And as he has said in this project today, we will give you more details in this video so that you can all partake in ensuring that we bring back our cultural heritage, the great Ramayana. And definitely, for the coming generations, this will be a learning lesson, a ground for them to know more about our heritage, our country, our culture, and of course, Lord Ram himself. Kumananji ഇന്ന് നാഷണൽ സ്റ്റഫ് സ്റ്റുഡിയോയിൽ വന്ന് നമ്മുടെ അടുത്ത് സംസാരിച്ചതിന് വളരെ നന്ദി. ഡെഫിനറ്റായിട്ട് ഹൈദരാബാദിൽ നിന്നുള്ള എല്ലാവിധ സഹായം ഞങ്ങൾ ഇവിടെ ചെയ്തു തരാം. ഈ വീഡിയോ മാത്രമല്ല, ഇങ്ങനെയൊരു കുറേ വീഡിയോകൾ ഇനിയും നമുക്ക് ചെയ്ത് ജട്ടായിപ്പാറയെ പറ്റിയും അവിടെയുള്ള അമ്പലത്തിനെ പറ്റിയും അവിടെയുള്ള രാമപാദത്തിൻ്റെ പ്രോജക്റ്റും പിന്നെ ബയോഡൈവേഴ്സിറ്റി, വുമൺ പ്രൊട്ടക്ഷൻ, ഇതെല്ലാം പറ്റി നമ്മൾ കോൺസ്റ്റൻ്റ് ആയിട്ട് ഓരോരോ മാസം ഒരു വീഡിയോ ഉണ്ടാക്കി ഞങ്ങൾ പോപ്പുലറൈസ് ചെയ്യാം. എന്തായാലും ചെയ്യാം. താങ്ക് യു ഫോർ കമ്മിങ്. തീർച്ചയായിട്ടും നാഷണലിസ്റ്റ് ഹബ്ബ് ഈ തരത്തിൽ ഒരു സഹായം ചെയ്തു തരാൻ മുന്നോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. തീർച്ചയായിട്ടും ഇത് നമ്മുടെ നാടിൻ്റെ സംസ്കാരം, പാരമ്പര്യം, പൈതൃകം, ധർമ്മം ഇതൊക്കെ കാത്തു സൂക്ഷിക്കാൻ ഈ സ്ഥാപനം ചെയ്യുന്ന ഈ മഹത്തായ സേവനത്തിന് തീർച്ചയായിട്ടും ജനസമൂഹം എന്നും ഓർക്കും. അവർക്ക് നന്ദി ഉണ്ടായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒരിക്കൽ കൂടി നന്ദി. നമസ്കാരം. హెడ్ నోడింగ్ కావాలన్నా? పీసీఆర్ ഹെഡ് നോഡിങ് കാവാ? ഓക്കെ സാറേ, ഇത് നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഹെഡ് നോഡിങ് തന്നെ പരിപാടിയാണ്. നടുക്കിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് വന്നു കഴിഞ്ഞാൽ അപ്പോൾ സാറൊന്ന് വെറുതെ ഒന്ന് വർത്താനം, സൗണ്ട് ഇല്ലാണ്ട് ഇങ്ങനെ എന്നെ നോക്കി വർത്താനം പറഞ്ഞാൽ മതി. ഞാനും അതുമാതിരി ക്യാമറ നോക്കി പറയും. ഒരു 10-15 സെക്കൻഡ് അത്രയുള്ളൂ. ഏത് വിഷയത്തെക്കുറിച്ച് ഒന്നും പറയണ്ട, സാർ ഇങ്ങനെ നോക്കിയാൽ മതി, അത്രയുള്ളൂ. അപ്പോൾ അവർ എഡിറ്റ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ബ്ലാങ്ക് വന്നാൽ അവർ ഇത് ഇൻക്ലൂഡ് ചെയ്യും, അത് ആ സ്പേസ്. ജസ്റ്റ് സാറ് കൊടുത്തോളൂ, ഹെഡ് നോഡിങ് കൊടുത്തോളൂ സാർ. കുറച്ചിങ്ങനെ ഹെഡൊന്ന് ഷേക്ക് ചെയ്തോളാം സാറേ, കുറച്ചായിട്ട്. Okay. Please share.